മലപ്പുറം പൂക്കോട്ടുപാടത്ത് വിദ്യാർത്ഥി കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. തോട്ടക്കര സ്വദേശി സഹീദിന്റെ മകൻ ഹാഷിമിന്റെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത്. അഷ്കർ അലി കരിമ്പ ചേരുന്നു വിശദാംശങ്ങളുമായി. അഷ്കർ, എന്താണ് സംഭവിച്ചത്? ഈ കുഞ്ഞിനെ ഇന്നലെ മുതൽ കാണാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിനിത, ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് തോട്ടക്കര കാഞ്ഞിരമ്പാറ സ്വദേശിയായിട്ടുള്ള സഹീദിൻ്റെ മകൻ ഇഷാം എന്ന ഈ 16-കാരൻ വീട് വിട്ടിറങ്ങുന്നത്. വീട്ടിൽ നിന്നും ബാർബർ ഷോപ്പിലേക്ക് മുടിവെട്ടാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് കാണാതാവുകയായിരുന്നു. രാത്രി 8 മണിയോടെ തന്നെ കുടുംബം പൂക്കോട്ടുംപാടം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പിന്നീട് ഇന്നലെ രാത്രി 10 മണിയോടെ പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അടക്കം ഈ കുട്ടി കാണാതായതോടെ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ചില ആളുകൾ സംശയം പങ്കുവെക്കുന്നത്. വീട്ടിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി ഒരു കമുകും തോട്ടത്തിൽ കിണറിന് സമീപം ചില നാണയങ്ങളും അതുപോലെ തന്നെ ചില പൈസയൊക്കെ കാണുകയായിരുന്നു. ഇതിനെ തുടർന്ന് സംശയം തോന്നി പോലീസ് കിണർ പരിശോധിച്ചു. സമീപത്തുണ്ടായിരുന്ന കിണർ പരിചയമുള്ള ഒരാളെ ഇറക്കി ആദ്യഘട്ടത്തിൽ കിണറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ മൃതദേഹം കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് കിണറിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിലാണ് ഈ 16 വയസ്സുകാരനായ പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഹാഷിമിനെ കണ്ടെത്തുന്നത്. നിലവിൽ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മഹത്യയാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഹാഷിം അങ്ങോട്ട് പോകുന്നതടക്കമുള്ള ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചില സുഹൃത്തുക്കളും ചില നാട്ടുകാരും കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തലെങ്കിലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. വലിയ തോതിൽ ആളുകളോട് വലിയ തോതിൽ സംസാരപ്രിയനായിട്ടുള്ള ഒരാളല്ല ഈ കുട്ടി എന്നാണ് പോലീസും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണോ എന്നുള്ള സംശയമാണ് പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിനീത.